വരാം. ഇന്ന താളം തന്നെ വേണമെന്ന് ദഫ് കളിയിലില്ല. അതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നാം സംസാരിക്കുന്നത് ദഫ് കളിയുടെ താളത്തെക്കുറിച്ചാണ്. ദഫ് കളിയുടെ താളം എന്നത് ദഫ് മുട്ടിലെ താളത്തെ പോലെ ഒറ്റമുട്ട്, മൂന്ന് മുട്ട്, അഞ്ച് മുട്ട്, ഓരിമുട്ട്, കൈപ്പിൻ മുട്ട് തുടങ്ങിയ താളങ്ങളൊന്നും ദഫ് കളിയിൽ വരൽ നിർബന്ധമില്ല. വന്നു എന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. വന്നാൽ നന്നു എന്ന് നമുക്ക് പറയാം. എന്നാൽ ദഫ് കളിയുടെ ആദ്യ താളം ഏത്? ദഫ് കളിയുടെ ആദ്യ താളം 1 2 1 2 3 ആണ്. അതായത് 1 2 1 2 3 ഈ ഒരു ടൈമിംഗ് സിസ്റ്റത്തിലാണ് ആ താളം പോകുന്നത്. 1 2 1 2 3 1 2 1 2 3 ഇങ്ങനെയാണ് ഈ ഒരു സമയക്രമത്തിൽ വരുന്ന താളം. ഇതാണ് 1 2 1 2 3 ദഫ് കളിയുടെ താളം എന്ന് പറയുന്നത്. ഇതാണ് ദഫ് കളിയുടെ ആദ്യ താളം. അതോടുകൂടി 1 2 3 കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ദഫിനെ ഇങ്ങനെ കറക്കി കൊണ്ടുപോകുന്നു. ഇത് ദഫ് കളിയുടെ ഒരു ട്രഡീഷണൽ ചിത്രമാണ്. ഇത് ദഫ് കളിയുടെ മാത്രമായിട്ടുള്ള താളത്തിന്റെ ഒരു രൂപമാണ്. അതായത് 2 കൊട്ട് കൊട്ടിയതിനു ശേഷം ദഫ് ഇങ്ങനെ മറിക്കുന്ന രീതി. ഇത് ദഫ് കളി ഉണ്ടായത് മുതൽക്കുള്ള ഇതിന്റെ ഒരു താളവും അതിന്റെ രൂപവുമാണ്. എന്നാൽ ഇത് ഉണ്ടാവൽ നിർബന്ധമൊന്നുമില്ല. അതാണ് ദഫ് കളിയുടെ വൈവിധ്യം എന്ന് പറയുന്നത്. ഉണ്ടായത് മുതൽക്കുള്ള ഈ രീതി തന്നെ അങ്ങനെ തന്നെ കൊട്ടാൻ പാടുള്ളൂ, അങ്ങനെ തന്നെ വേണം, അത് നിർബന്ധമില്ല. പക്ഷെ ദഫ് മുട്ടാകുമ്പോൾ ആ 5 മുട്ട് 3 മുട്ട് ആ താളക്രമങ്ങൾ ഉണ്ടായേ പറ്റൂ. ഇതിൽ നിർബന്ധമില്ല. ഇത് ഒരാൾ മറിച്ചു കൊട്ട് ഒരു കളിയിൽ നിന്ന് മാറ്റി നിർത്തി, അദ്ദേഹം മറിച്ചു കൊട്ടാത്തൊരു കളി എടുത്തു, അത് കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടായത് മുതൽക്കുള്ള താളം 1 2 1 2 3 അതോടൊപ്പം മറിച്ചുകൊണ്ട് ഉള്ള ഈ 1 2 1 2 3 ഇതാണ് ദഫിന്റെ ആദ്യത്തെ താളം. അതിനുശേഷമാണ് പിന്നെ വരുന്ന കാര്യങ്ങളൊക്കെ. ഈ 1 2 1 2 3 തന്നെ പല രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. 1 2 1 2 3 എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ 2 ഭാഗത്തേക്ക് കാല് വീശിക്കൊണ്ട് ആദ്യം 1 2 ഇങ്ങനെയൊക്കെയാണല്ലോ ആദ്യം മുതൽക്ക് വരുന്നത്. ആ 1 2 തന്നെ വ്യത്യസ്തമായ രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. മുന്നിൽ നിന്ന് പിറകിലോട്ട് വലിക്കുന്ന രീതിയാവാം, ഇവിടുന്ന് അങ്ങോട്ട് 1 2 ഇവിടുന്ന് അങ്ങോട്ട് തള്ളിവിടുന്ന രീതിയാവാം. ദഫ്മുട്ടിന്റെ കൈ ബീറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ 1 2 സമയക്രമത്തിനനുസരിച്ച് കൊണ്ട് അത് ചെയ്യാറുണ്ട്. അങ്ങനെയും ചെയ്യും. അത് ഒരു പരിശീലകന്റെ ഭാവനയിൽ നിന്ന് പിരിയുന്ന രീതിയിലൊക്കെ ഈ സമയക്രമം, ഒരു പാട്ടിന്റെ സമയക്രമം അനുസരിച്ചുകൊണ്ട് അവരത് തീരുമാനിക്കാം. അത് പാട്ട് സ്പീഡ് പാട്ടാണെങ്കിൽ ഈ 1 2 എന്നുള്ളത് 1 2 1 2 3 1 2 അങ്ങനെ പോണ്ടി വരും. ചിലപ്പോൾ 1 2 മെലഡി ടൈപ്പിൽ പോണ്ടി വരും. അത് പാട്ടിന്റെ സ്പീഡ് അനുസരിച്ചുകൊണ്ട് ഈ താളത്തിന്റെ ടൈമിംഗ് ക്രമീകരിക്കണം എന്ന് മാത്രം. പാട്ടിന്റെ ടൈമിങ്ങിനനുസരിച്ച് പൊട്ട് പോകാൻ പാടുള്ളൂ. പൊട്ടും പാട്ടും 2 വഴിക്ക് പോയാൽ തീർച്ചയായും മൈനസാണ്. അതൊരു വക്രതയായിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ 1 2 3 ആണ്. 1 2 3 സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മറിച്ചു കൊട്ടാണ് വരുന്നത് ഒന്ന്. അത് മാത്രമല്ല സ്ട്രൈറ്റ് 1 2 3 അടിക്ക് ചെയ്യാം, കോർണറിൽ നിന്ന് കൊണ്ടുവരാം, ഇങ്ങനെ പല രീതിയിൽ. അത് നമ്മുടെ പരിശീലകരുടെ ഭാവനയിൽ നിന്ന് വരുന്ന വ്യത്യസ്തമായ രീതിയിലൊക്കെ ഈ 1 2 1 2 3 നമുക്ക് കൊണ്ടുവരാം. പിന്നീട് വന്ന മാറ്റങ്ങൾ ഈ 1 2 1 2 3 മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ 1 2 പിന്നെ ഫുള്ള് 1 2 3 1 2 3 അതുപോലെ അല്ലെങ്കിൽ വളരെ സ്പീഡായിട്ടുള്ള ഈ 5 കൊട്ടും 3 കൊട്ടൊക്കെ ഇങ്ങനെ കടകടകടകടാന്ന് പറയുന്ന രീതിയിലുള്ള കൊട്ടുകളും അതും കൊണ്ടുവരാറുണ്ട്. അതൊക്കെ പാട്ടിന്റെ ടൈമിങ്ങിനനുസരിച്ച് കൊണ്ട് വ്യത്യസ്തമായ താളങ്ങൾ ഇതിൽ കൊണ്ടുവരാം. ഇന്ന താളം തന്നെ വേണമെന്ന് ദഫ് കളിയിലില്ല. അതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. 1 2 1 2 3 വേണമെന്നോ അല്ലെങ്കിൽ 1 2 1 2 3 4 5 വേണമെന്നോ അങ്ങനെയൊന്നും താളക്രമല്ല. എത്ര താളത്തെയും ഒരുമിച്ച് കൊണ്ടുവരാം, എത്ര ഗ്യാപ്പ് ഇട്ട് കൊണ്ടും താളങ്ങൾ കൊണ്ടുവരാം. അതാണ് ദഫ് കളിയുടെ താളങ്ങളെ കുറിച്ച് നമുക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.